ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മമ്മി ആൻഡ് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ബ്ലൂ കളറുള്ള ശംഖുപുഷ്പങ്ങളാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറുള്ള ക്രീപ്പ് പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം ആ ഒരു ശ്രമം നന്നായിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും എല്ലാവരും കമൻറ്റിലൂടെയൊക്കെ പറയാം. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട്, വീഡിയോ ഇനി കാണാൻ ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അതിനായിട്ട് നമ്മൾ ക്രീപ്പ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ചെറിയൊരു പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്, ചതുര പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വീണ്ടും. പിന്നെ നമ്മൾ ഒരു സൈഡിൽ ഇത്തിരി ഗം അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു പീസ് കയറ്റി വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ ചോദിക്കാൻ ഞാൻ എന്തായാലും റിപ്ലൈ ഒക്കെ തരുന്നതാണ്. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് അവസാനം വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതിൻ്റെ ആ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ച രീതിയിലല്ല, കുറച്ചുകൂടി നന്നായിട്ടൊക്കെ കിട്ടിയെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് ശംഖുപുഷ്പം, ഈ ഒരു കളർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെടി ഞാൻ എടുത്ത് വന്നിട്ടുണ്ട്. അതിൽ വെറുതെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ കളറ് ക്രീപ്പ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇലകളൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് പൂക്കൾ മാത്രമേ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ തണ്ടിലേക്കൊന്ന് അറേഞ്ച് ചെയ്തും കൂടെ വെച്ചപ്പോൾ ശരിക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ എന്താ ഈ അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ നല്ല ഓരോ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.